ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാക്കിംഗ് ഒക്കെ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോകുന്നതിന് മുന്നേ നമ്മൾ എല്ലാവരോടും ഒരു യാത്രയൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ ഇറങ്ങാനെന്ന് വിചാരിച്ച് നേരെ ഷോപ്പിലേക്ക് പോകാനുള്ള ഒരു റെഡി ആയിട്ട് നിൽക്കായിരുന്നു. ഇങ്ങനെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഷോപ്പിൻ്റെ അടുത്തുള്ള കൃഷ്ണ വൈഭവിൽ പോയിട്ട് എന്തെങ്കിലും നമ്മൾ വെജ് ഐറ്റംസ് ആയിട്ടുള്ള ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അവിടുന്ന് ഓട്ടോ കയറി നേരെ പോകുന്ന അങ്ങോട്ടാണ്. അപ്പോഴാണ് നമുക്ക് സർപ്രൈസ് ആയിട്ട് അലീമൻ അവിടെ കാണുന്നിട്ട്. അവൾ നാട്ടിൽ നിന്ന് വന്ന് ഷോപ്പിൽ കയറി നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്തായാലും വിളിച്ചതിനെ. പൊതുവേ നമ്മൾ ഇവിടെ കഴിക്കാനൊക്കെ പോകുമ്പോൾ വിളിക്കാറുണ്ട്. അങ്ങനെ അവൾ വന്നു. ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ആയിപ്പോയി. കാരണം എന്തായാലും ഇനി ഷോപ്പിൽ പോയിട്ട് കാണോ അല്ലെങ്കിൽ ഇനി വരുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഒരു ദോശയൊക്കെ കഴിച്ച് നേരെ ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങി നേരെ ഇനി ഷോപ്പിലേക്കാണ്. ഷോപ്പിൽ പോയിട്ട് വേണം എല്ലാവരോടും ടാറ്റയൊക്കെ പറയാൻ. കാരണം ഈ വന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നാട്ടിൽ പോയതുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ കൊലീഗ തന്നെയാണ്, ഇഷക്കാൻ്റെ സുനി എന്നാണ് പേര് കേട്ടോ. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം റൂമിലേക്കൊക്കെ എല്ലാ കാര്യത്തിനും ഹെൽപ്പിനൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മൾ ജിനൂബിനെയും അവിടുന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് ഞങ്ങളിന്ന് പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇതാണ് അബി നാട്ടിൽ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ എന്നാണ് വന്നതെന്ന്. അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇനി അവൻ്റെ സെക്ഷനിൽ നിന്ന് പൊൾക്കി ഐറ്റംസ് ആയ എന്തെങ്കിലും 2-3 മാലയൊന്നും ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഏതാ വേണ്ടത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അവനെടുത്തത്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും ചെയ്തോളൂ എന്ന് പറഞ്ഞ് തരുന്നുണ്ടല്ലോ. ആ ഒരു ചേച്ചി എന്ന് പറയുന്ന ഒരു സ്ഥാനം നമുക്ക് തരുന്നുണ്ടല്ലോ. അതന്നെ വലിയ കാര്യം. അങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാ ഐറ്റംസും അവൻ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നേ. ഇൻഷാക്കാനെ ഞാൻ പറയുകയും ചെയ്തു, ഒന്ന് വാങ്ങി തന്നാളത് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ അത് പറഞ്ഞ കളിയാക്കും, ഒന്ന് മേടിച്ച് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട്. നോക്കട്ടെ, എന്തായാലും ഒന്ന് മേടിക്കണം. അങ്ങനെ ഞാനിത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാവരോടും ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെയുള്ള ചേച്ചിമാരോടൊക്കെ ടാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇനി നാട്ടിലേക്ക് പോകാനുള്ള അതിന് മുമ്പ് 2 ആളെ കൂടി കാണാനുണ്ട്. അതിന് വേണ്ടി ഷോപ്പിൻ്റെ അടുത്തേക്ക് തന്നെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ അതാ ഈ പനയിളന്നി ഒന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മിഷുബി പറഞ്ഞ ഐസ്ക്രീമാണ് വേണ്ടത്. അത് പിന്നെ എവിടെ പോയാലും ഐസ്ക്രീമിനൊരു വഞ്ഞം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതിന് മുമ്പ് എനിക്ക് എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ഒന്ന് മാറ്റാനുണ്ടായിരുന്നേ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നപ്പോൾ തന്നെ ഹൈസാപ്പു കടിച്ചിട്ട് പൊട്ടിച്ചത്. ഇപ്രാവശ്യം ഹൈസാപ്പു അത് കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അവിടെ പോയി നമ്മൾ സ്ക്രീൻ കാർഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേഗം വണ്ടി വിളിച്ച് ഇനിയാണ് നമുക്ക് കാര്യമായിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാതെ നമ്മൾ നേരെ റീജിയണൽ ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിക്കേണ്ട, അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോഴോ നമ്മളവിടെ എത്തി എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ MG റോഡുള്ള നമ്മുടെ ജിപ്ചേട്ടൻ്റെ ഒക്കെ ഷോപ്പിലാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും റീജിയണിൻ്റെ അവിടെ വന്നതല്ലേ എന്ന് വിചാരിച്ച് അവിടുന്ന് നിഷക്കാൻ്റെ സ്വന്തം, അതായത് കാക്കാന്നോ ബ്രദർ അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ഒരാളുണ്ടായിരുന്നു, ഫിറോസ്ഖാനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഫിറോസ്ഖാനെ വിളിച്ച് നമ്മളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടുന്ന് തൗഫീക്ക വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിറോസ് ഖാനെ കുറച്ച് കാലമായിട്ട് ഉള്ള പരിചയമാണ്, നമുക്കൊക്കെ അത്യാവശ്യം നല്ല പരിചയമുണ്ട്. തൗഫീഖാനെ കണ്ടേ പരിചയമുള്ളൂ, കൂടുതൽ സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫിറോസ് ഖാനെ ഞങ്ങൾ വിളിച്ച് താഴേക്ക് വരികയും നമ്മളോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളോട് പറയുകയും ചെയ്തു ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാണ് പറഞ്ഞത് വേണ്ട, നമ്മൾ MG റോഡിൽ ജബിചാട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കുറച്ച് പറഞ്ഞ് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലോഡൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഷുവർ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഓട്ടോ കയറിയിട്ട് വേണം MG റോഡ് ജബിചേട്ടൻ്റെ ഷോപ്പിലെത്താൻ. അവിടെയാണ് നമ്മൾ ആ ആളും ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഷോപ്പിലേക്കാണ് എത്തിയത്. അവിടുന്ന് ആളെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ എന്തൊരു കാര്യം, ചില ആൾക്കാരൊന്ന് നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു വാശിയില്ലേ, ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്ത ഒരു കാര്യം ഭയങ്കര സക്സസ് ആയി എന്നുള്ള ഒരു ഇതുകൊണ്ടാട്ടോ. ഞാൻ നമ്മുടെ ഇൻഷാക്കാൻ്റെ ഫ്രണ്ട് ഷിംജിത്തായിട്ടിന് എന്തായാലും കാണുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ പറയും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഒന്ന് ജസ്റ്റ് അന്നേരം ഷിംജിത്തായിട്ടിൻ്റെ വക ഒരു ചെറിയ ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്കാണെങ്കിലോ കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ആ ഭാഗത്തൊക്കെ കഴിഞ്ഞ് ഇന്നെ പുറത്തിറങ്ങുമ്പം നമ്മളെ MG റോഡ് ഭാഗമാണ് കേട്ടത്, ബ്രിഗേഡിയർ റോഡാണെന്ന് തോന്നുന്നു. അവിടുന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ ചില വീഡിയോ ഒക്കെ ചെയ്യുന്ന, അതായത് യൂട്യൂബർ ഒരു വ്ളോഗറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ കൂടെ അവർ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ മിഷുപ്പി എപ്പോഴാണ് പറഞ്ഞത് ഇനി എന്തായാലും ഓട്ടോയിലോ കാറിലൊന്നും കയറില്ല, എനിക്ക് എന്തായാലും മെട്രോ ട്രെയിനിൽ കയറണം. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഇനിയിപ്പോൾ രാജാജിയിലേക്ക് കുറച്ചല്ലേ, എന്തായാലും MG റോഡ് തൊട്ടടുത്ത് ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റേഷനുണ്ട്. അങ്ങനെ അവിടെ എത്തി ഇതാ കോയിനൊക്കെ ഇട്ട് നമ്മളിതാ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. നിഷക്ക പറയുകയും ചെയ്ത് ഈ സമയം ഭയങ്കര തിരക്കായിരിക്കും, കാരണം എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നൊരു സമയമാണ്. അങ്ങനെ ട്രെയിനൊക്കെ എത്തി നമ്മളിതങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭയങ്കര റഷായിരുന്നു കേട്ടോ. മിഷുപ്പിക്ക് ആ ഒരു ആഗ്രഹം അങ്ങ് മാറി കിട്ടി എന്നൊക്കെ പറയുന്ന മാതിരി ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നിഷക്ക അപ്പോഴേ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ നമുക്ക് ക്യാബിൽ പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ ക്യാബൊക്കെ തന്നെ ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ മിഷുപ്പിയൊക്കെ ഏതോ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മജസ്റ്റിക്കിലെത്തിയപ്പോൾ മാറി കയറണം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, കാരണം പിന്നെ രാജാജിയിലേക്ക് ഡയറക്റ്റ് ഇല്ല MG റോഡിൽ നിന്ന്. അവിടെ എത്തി അവിടുന്ന് താഴേക്ക് പോയിട്ട് നമ്മൾ വേറെ മാറി കയറി പിന്നെ നമ്മൾ നേരെ രാജാജിയിലാട്ടോ ഇറങ്ങിയത്. അതും കഴിഞ്ഞ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനി ഓട്ടോ ഒക്കെ കയറി പോകണമല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ദിവസത്തെ നമ്മൾ എന്താ പറയുക എല്ലാവരും കാണലും യാത്ര പറയലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഓട്ടോ കയറിയിട്ട് വേഗം റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ രാത്രി സഞ്ജയ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.